ഹായ് മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഏകദേശം 10-11 ദിവസമായി വീഡിയോ എടുക്കാതെ. അപ്പോൾ വേറൊന്നല്ല, ഫുള്ളും മഴയാണ്. അതേപോലെ ഇപ്പോൾ പ്രാവിനൊന്നും പറത്തുന്നൊന്നുമില്ല. ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ ഫുഡ് എടുക്കൽ. പ്രാവിൻ്റെ അടുത്തൊന്നും അധികം ചിലവഴിക്കലില്ല. ഇപ്പോൾ ഒരു വെയിൽ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും മാക്സിമം ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരാണ് ലൈക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ഇടുക, അപ്പോൾ ഒരു സപ്പോർട്ടാകും നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പ്രാവിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് പറത്താനൊന്നും പറ്റില്ല, അതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ മച്ചാമാരെ, ഒരു മഴക്കാറൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരത്തെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ പ്രാവിനെ ഒന്ന് വെയിലത്തിട്ടാണ്. ഏകദേശം 10 ദിവസം പോലെ ഈ ഈറ്റിങ്ങൾ കൂട്ടിൽ തന്നെ. ഇതുവരെ നമ്മൾ പുറത്ത് ഇറക്കിയില്ല. രാത്രി മാത്രം ഒരു 10 മിനിറ്റ് അല്ലാതെ ഒരു 15 മിനിറ്റ് മാത്രം ഫുഡ് കൊടുക്കാൻ കൂട്ടിൽ നിന്ന് ഇറക്കലുള്ളൂ. പിന്നെ മൊത്തം ഇപ്പോൾ കൂട്ടിലാണ്. അതുകൊണ്ട് പ്രാവിനെന്തോ വെയിറ്റ് ലോസ് ഒക്കെ വന്നുകൊണ്ട് മര്യാദയ്ക്ക് ഫുഡ് എടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്നൊരു വെയിൽ കണ്ടപ്പോൾ എല്ലാത്തിനെ ഒന്ന് പിടിച്ച് അവായിക്കൂട്ടിലേക്ക് ഇട്ട് അതോടൊപ്പം നമ്മൾ കുറച്ചൊന്ന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, കുളിച്ചോട്ടം വിചാരിച്ചിട്ട്. കുറച്ച് മണ്ണും കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെയാണ് പ്രാവ്. ഇപ്പോൾ പെൺപ്രാവുകളാണിത്. നമ്മൾ 2 കുഞ്ഞന്മാരുമാണ്. ഈ ആൺപ്രാവിനൊന്ന് തുറന്നാടോ. അപ്പോൾ ആൺപ്രാവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെറസിൽ കൂടെ ഒന്ന് കുറച്ച് നേരം ആക്കിയിട്ട് കൂട്ടിയിലാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ മയക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാൻഡ് പണിയിട്ടുണ്ട്. വലിയൊരു കാറ്റ് വന്നപ്പോൾ സ്റ്റാൻഡും ഇതൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. വൈക്കോട് സ്റ്റാൻഡൊക്കെ നിലത്തേക്ക് ഇങ്ങനെ വീണ് ഇപ്പോൾ നന്നാക്കി വരികയാണ്. കുറച്ചൊക്കെ പലകൊക്കെ പൊട്ടിപ്പോയിണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആണി അടിച്ചുകൊണ്ടാണ് കുറച്ചും കൂടി നിന്നവിടെ. ഇത് പൊട്ടിപ്പാടൊക്കെ നിന്നുണ്ട്. പക്ഷെ ഉള്ളത്തെ ഈ പലകൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകിപ്പോയിണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതപ്പോൾ മെയിനായിട്ട് വേറെ ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ മഴ ആയതുകൊണ്ട് പറപ്പിക്കാനും പറ്റൂല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറൊക്കെ വെച്ചിട്ടുണ്ട് പുറമെ കൂടെ. ഇത് ഓവർ കാറ്റ് ഇവിടെ വന്നിട്ട് ഷീറ്റൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചുറ്റിനും കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. വേറെ അപ്ഡേറ്റൊന്നും പറയാനില്ല. ഇവിടെ നല്ല ക്ലീൻ ആക്കണം. അലമ്പായി വരുന്നുണ്ട്. കൂടും അതേപോലെ ക്ലീൻ ചെയ്യണം. നമുക്ക് ഈ ആൺപ്രാവിനൊന്ന് തുറന്നു വിടാം. അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളെ പെൺപ്രാവിനെ വയക്കൂടിയിട്ടിട്ട്. അപ്പോൾ ആൺപ്രാവിനെ ഇതുവരെ എട്ടിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ പ്രാവിനെ ഒന്ന് അങ്ങോട്ടാക്കാം. അതിന് നല്ല വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ കടലൊക്കെ കൊടുക്കണം. ഇപ്പൊ കണ്ടോ ഗൈസ്, ഇപ്പൊ ഇറങ്ങാനൊക്കെ മടിയാണ്. ആദ്യമൊക്കെ നമ്മളെ കൂട്ടിൽ നിന്ന് ഇങ്ങനെ തുറന്നത് തന്നെ പെട്ടെന്ന് ഇറങ്ങുന്ന പ്രാവ. അതൊക്കെ ഫുള്ളും കൂട്ടിൽ തന്നെ എന്നിട്ട് ഇടില്ല. വേറെ കൂട്ടിൽ പോയി ഇരിക്കുന്നത്. ഇത് നല്ല പ്രാവാണ്. നല്ല വെയിറ്റ് ലോസും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെ ഈ പ്രാവിനെ തുറന്നിടും. ഇതെപ്പോഴും ഈ കൂട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഈ വല ഒന്ന് അങ്ങോട്ടാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് തെളിച്ചിട്ട് പുറമേ കാക്കാം. എല്ലാത്തിനും ചിറകൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. എല്ലാം പിന്നെ തെളിച്ച് പുറത്തേക്കാക്കണം. എല്ലാം കൂട്ടി കയറി കളിക്കുന്നത്. മടി പിടിച്ചു പോയിട്ടുണ്ട് കൂട്ടിയിരുന്നിട്ട്. എന്താ വയസ്സ് ഇതാ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അപ്പൊ അവിടെ ആണി അടിച്ചിട്ട് ഇത് ഇങ്ങനെ ഷീറ്റ് ഉറപ്പിക്കണം.
ഒക്കെ നമ്മളെല്ലാത്തിനെയും പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു കുറേ ദിവസമായി, ഒരു 10 ദിവസം പോലെ ആയി ഇറ്റിങ്ങ കൂട്ടിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി. കുറച്ച് ആയിക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു കളിച്ചോട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ ഇങ്ങനെ ആയിക്കൂടെ ഒക്കെ നടന്നു കളിക്കുകയാണ്. ഇപ്പം തന്നെ നല്ല വെയിലുണ്ട്. ഒരു ഉച്ച സമയമാണ്, 2 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാവിനെ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടല്ലേ, ഇന്ന് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഒന്ന് കൂട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഐറ്റങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇപ്പോൾ കുളിക്കാൻ വെള്ളം വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ചാർജ് ഒന്ന് ഇച്ചിരി കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഇച്ചിരി നേരം കുത്തിയിട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വെക്കുന്നതൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ഒരു പ്രാവിനെ ഫാൾക്കൻ അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുണയാണ് ഫാൾക്കൻ അടിച്ചുകൊണ്ടുപോയത്. ഈ വെള്ളപ്രാവിനാണ് നമ്മൾ പറത്തൽ ഇവിടെ. അപ്പോൾ അതിൻ്റെ തുണേനെയാണ് കൊണ്ടുപോയത്. ഏകദേശം നമ്മൾ 4 മണിക്കൂർ പറന്ന പ്രാവാന്ന്. അപ്പോൾ ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ചാന്നു. അന്ന് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു 3 മണിക്ക് വിട്ടപ്പോൾ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രാവിനെ കാണുന്നില്ല. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് സംഭവം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ആ ഒറ്റ പ്രാവ് മാത്രമാണ് പേടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെ ഇറക്കി. 2 ദിവസം നോക്കി വരുന്നുണ്ടോയെന്ന്, പക്ഷേ വന്നില്ല. അപ്പോൾ മനസ്സിലായി കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു പ്രാവ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിപ്പോൾ ബ്രീഡിങ്ങിനൊന്ന് നിർത്തി വെച്ചാണ്. ഇപ്പോൾ മഴക്കാലമാണ്, കർക്കിടക മാസമാണ് ഈ സമയം. അപ്പോൾ നിർത്താതെ മഴ പെയ്യാണ്. ഇപ്പോൾ ഒരു ഒഴിവുണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. എല്ലാം കുളിച്ച് സെറ്റായിട്ടുണ്ട്. പെൺപ്രാവിനെ നമ്മൾ പുറത്ത് ഇറക്കുന്നില്ല. വേറെ ഒന്നല്ല, ആൺപ്രാവിനൊക്കെ ചിറക് വന്നിട്ടുണ്ട്. ജോഡി പൊട്ടിച്ചിട്ടാണ്, ജോഡി അടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഈറ്റങ്ങൾ ഇതിൻ്റെ കൂട്ടിൽ തന്നെ ഒന്ന് തൂവലൊക്കെ നോക്കി ഇരുന്നോളൂ. പക്ഷെ ആണുങ്ങളെങ്ങനെ വൈക്കൂട്ടി ഇടാൻ പറ്റൂല. ഇപ്പം തന്നെ ഇതാ കണ്ടോ, ഇവിടുന്ന് തന്നെ നല്ല തല്ലും പിടിയൊക്കെയാണ്. അപ്പോൾ വൈക്കൂട്ടിലിട്ടതിൻ്റെ പിന്നെ പറയണ്ട. പെണ്ണുങ്ങളാണ് ഡീസൻ്റാണ്, അധികം അലമ്പൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയോ പറയാനുള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. മെയിനായിട്ട് സ്റ്റാൻഡ് പണി കിട്ടി, പുതിയ സ്റ്റാൻഡ് വെക്കണം. അതേപോലെ പ്രാവിനെ നഷ്ടപ്പെട്ട്, അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ മാസം എന്തായാലും ഉണ്ടാവില്ല പുറത്തുനിന്നൊന്നും. ഒഴിവുള്ള സമയത്തൊന്നും മഴ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ക്ലാസ് തുടങ്ങാൻ പോവാണ് 13-ാം തീയതി. അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ളും ബിസി ആയിരിക്കും. എന്തായാലും മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇതൊക്കെയുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ലാഗാക്കുന്നില്ല. നമുക്കിത് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ.